മലപ്പുറത്ത് നിന്നാണ് നമ്മുടെ സാജിദ് അജ്മൽ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. മലപ്പുറത്ത് കാര്യമായൊരു മാറ്റമൊന്നുമില്ല. എത്ര കണ്ട് ET മുഹമ്മദ് ബഷീർ അദ്ദേഹം പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്ത് എത്തിയതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ മത്സരത്തിന്റെ വിജയം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. സാജിദ്, ഏതൊക്കെ വിധത്തിലാണ് വോട്ട് എണ്ണുക, ഏതൊക്കെ മണ്ഡലങ്ങളിലൂടെ പോവും, ഭൂരിപക്ഷമൊക്കെ ഒരു തീരുമാനമാകണമെങ്കിൽ എത്ര സമയമെടുക്കും? പ്രമോദരാമൻ, മലപ്പുറം മണ്ഡലത്തിൽ 10,78,891 പേരാണ് വോട്ട് ചെയ്തത്. ഇവരെന്താണ് പെട്ടിയിൽ കരുതി വെച്ചിരിക്കുന്നത് എന്നറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ഉള്ളത്. ഈ പറഞ്ഞതുപോലെ തന്നെ മലപ്പുറത്തൊരു അട്ടിമറി ഉണ്ടാവാനുള്ള സാധ്യതയൊന്നുമില്ല. ET മുഹമ്മദ് ബഷീർ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും. എന്നാൽ അത് കഴിഞ്ഞ തവണ അബ്ദുസ്സമദ് സമദാനി ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ 1,14,000 എന്നത് മറികടക്കുമോ അതോ അതിൽ താഴെ വരുമോ എന്ന് മാത്രമാണ് അറിയാനുള്ളത്. എന്തായാലും 1.5 ലക്ഷത്തിലധികം ഭൂരിപക്ഷമാണ് മുസ്ലിം ലീഗ് പ്രതീക്ഷിക്കുന്നത്. 72% പോളിംഗ് ആയിരുന്നു നടന്നിരുന്നത്. ഇതിൽ പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. 7,711 പോസ്റ്റൽ വോട്ടുകളാണ് ഉള്ളത്. ഇതിൽ 395 സർവീസ് വോട്ടുകളാണ്. ഈ സർവീസ് വോട്ടുകളുടെ സ്ട്രോങ് റൂം കളക്ടറേറ്റിലായിരുന്നു. അത് തുറന്ന് ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. ബാക്കി കൃത്യം 7 മണിക്ക് തന്നെ സ്ട്രോങ് റൂമുകൾ തുറക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. 1215 ബൂത്തുകളാണ് ഉള്ളത്. ഇതിലെ മെഷീൻ കൂടാതെ ഈ ചില തകരാറായ മെഷീനുകൾ കൂടി ഉണ്ടായിരുന്നു. ഇതുൾപ്പെടെ ഉള്ളവയായിരിക്കും എണ്ണുക. 12 മുതൽ 14 ടേബിളുകളാണ് ഓരോ നിയോജക മണ്ഡലം, 7 നിയോജക മണ്ഡലവും അതോടൊപ്പം തന്നെ പോസ്റ്റൽ ബാലറ്റിന് പ്രത്യേക അതും അങ്ങനെ ഒരുമിച്ചാണ് എണ്ണുക. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ ഫലം അറിയാൻ കഴിയും. ഏതാണ്ട് ഒരു 10 കൂടി മലപ്പുറത്തെ ഈ ഏതാണ്ട് ഈ മുസ്ലിം ലീഗിന്റെ മലപ്പുറത്തിന്റെ ഫലം അറിയാൻ 10 മണി വരെ കാത്തിരുന്നാൽ മതി, 10 വരെ കാത്തിരുന്നാൽ മതി എന്നാണ് സാജിദ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അപ്പോൾ കേരളത്തിന്റെ ഫലം നമുക്ക് വളരെ പെട്ടെന്ന് 9:30 ആകുമ്പോഴത്തേനും ടോട്ടൽ ട്രെൻഡ് എന്താണ്, ഓരോ മണ്ഡലങ്ങളിലും എങ്ങോട്ടാണ് ചിന്തിച്ചത് എന്ന കാര്യം അറിയാൻ പറ്റും. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം രാജ്യത്തിന്റെ ഗതി എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാൻ ഏറ്റവും മുകളിലത്തെ ടാലിയിൽ നോക്കുക. NDA ഇപ്പോൾ ഒരു സീറ്റിൽ വിജയിച്ചത് സൂററ്റിൽ എതിരില്ലാതെ BJP സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ടാണ്. ഇന്ത്യ സഖ്യം എങ്ങനെ പെർഫോം ചെയ്യുന്നു, NDA എങ്ങനെ മുന്നോട്ട് പോകുന്നു, മറ്റ് കക്ഷികൾക്ക് നേട്ടമുണ്ടോ എന്നറിയാൻ ഏറ്റവും മുകളിലത്തെ ടാലിയിൽ നോക്കുക. ഇപ്പോൾ സ്ക്രീനിന്റെ ഇടതുവശത്താണ് നിങ്ങൾക്ക് കേരളത്തിന്റെ ഫലം അറിയാൻ കഴിയുക. 10-10 നിലയ്ക്ക് കേരളത്തിലെ 20 മണ്ഡലങ്ങളും ഓരോ നിമിഷാർത്ഥത്തിലും എങ്ങനെയാണ് അതിന്റെ ജനവിധി പ്രകടമാക്കുന്നത് എന്നറിയാൻ സ്ക്രീനിന്റെ ഇടതുവശത്ത് നോക്കുക. ഒപ്പം കേരളത്തിന്റെ ടോട്ടൽ ടാലി സ്ക്രീനിന്റെ ഇടതുവശത്ത് മുകളിൽ കാണാം. UDF എത്രയിടത്ത് ലീഡ് ചെയ്യുന്നു, LDF എത്രയിടത്ത് ലീഡ് ചെയ്യുന്നു, NDA എവിടെ ലീഡ് ചെയ്യുന്നു, ഒപ്പം ഫൈനലി എവിടെയൊക്കെ ആരൊക്കെ വിജയിച്ചു എന്നറിയാൻ ഇടതുവശത്ത് ഏറ്റവും മുകളിൽ നോക്കുക. ഓരോ മണ്ഡലങ്ങളുടെയും വിശദാംശങ്ങൾ ഇൻ ഡീറ്റെയിൽ അറിയാൻ അതിന് താഴെ നോക്കുക. അതേസമയം തന്നെ രാജ്യത്തിന്റെ പൊതുചിത്രം നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ അറിയാം. അതേസമയം തന്നെ അറ്റ് എ ടൈം നിങ്ങൾക്ക് 3 സംസ്ഥാനങ്ങളുടെ പ്രകടനം എങ്ങനെയാണ് എന്നറിയാനുള്ള വഴി തൊട്ടു താഴെ കാണാം. സ്ക്രീനിന്റെ വലതുവശത്ത് ഓരോ സംസ്ഥാനങ്ങളുടെയും ആയിട്ടുള്ള ഫ്ലിപ്പുകൾ കാണാം. ഇപ്പം നിങ്ങൾക്ക് കാണാം തമിഴ്നാട് 39 സീറ്റുള്ള തമിഴ്നാടിൽ, 13 സീറ്റുള്ള പഞ്ചാബിൽ. ഈ സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് ഓരോ സഖ്യവും പെർഫോം ചെയ്യുന്നത്. തൊട്ട് താഴെ സ്ക്രീനിന്റെ താഴെ കാണുന്ന 2 ടാലിയിലുള്ളത് വേറെ 2 സംസ്ഥാനങ്ങളാണ്. അപ്പോൾ 3 സംസ്ഥാനങ്ങൾ, ഓരോ 3 സംസ്ഥാനങ്ങളും ഓരോ നിമിഷത്തിലും മാറി മറിയുന്ന കണക്കുകൾ കാണാൻ കഴിയും. അപ്പോൾ ഒരു എൻറ്റയർ പിക്ചർ, ഒരു പൊതു ചിത്രം വളരെ പെട്ടെന്ന് കാണാൻ കഴിയും. പരമാവധി എന്താ വൈറ്റ് കളർ വളരെ പ്ലീസിംഗ് ആണ്, വളരെ പെട്ടെന്ന് വായിക്കാൻ വലിയ ഒരു ആഘോഷം ഒന്നും അങ്ങനെ കാണാനില്ല. ഇൻഫർമേഷൻ എത്രയും ക്ലിയർ ആയിട്ട്, എത്രയും പ്ലീസിംഗ് ആയിട്ട് കണ്ണുകളിലേക്കും മനസ്സിലേക്കും എത്തിക്കാൻ കഴിയും. അതാണ് ഈ സ്ക്രീൻ ഡിസൈനിന്റെ ഒരു പൊതു സ്വഭാവം. ആ മനഃശാസ്ത്രമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ എടുക്കാൻ കഴിയുന്ന ഒരു സ്ക്രീൻ ആണ് നമ്മൾ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതുകൂടി കാണുക. ഒരു കാര്യം അതിൽ കൂട്ടിച്ചേർക്കാനുള്ളത് നിഷാദ്, നമ്മൾ ഇന്ത്യ മുന്നണിയുടെ മൊത്തം സീറ്റുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് പലർക്കും ഏതൊക്കെ കക്ഷികൾ ഏതൊക്കെ ഇല്ലാത്തതുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടുള്ള, ഇപ്പോൾ അതേഴ്സ് എന്ന് പറയുമ്പോൾ BJD അതിനകത്ത് വരും ഉറപ്പായിട്ടും, അതുപോലെ തന്നെ YSRCP അതിനകത്ത് വരും. ഇങ്ങനെയുള്ള കക്ഷികൾ ഉറപ്പായിട്ടും അതിനകത്ത് വരുന്നതാണ്. പക്ഷേ അതേസമയം തന്നെ പഞ്ചാബിലാണ് അകാലിദൾ, സാധ്യതയൊന്നുമില്ല, എന്നാൽ തന്നെ അകാലിദൾ വരുന്നു. അതേസമയം തൃണമൂൽ കോൺഗ്രസ് നമ്മൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാട് അത് തന്നെയാണ്. അവർ പശ്ചിമ ബംഗാളിൽ അവർ വേറെ രീതിയിൽ മത്സരിക്കുന്നു എന്നുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ CPM-ഉം കോൺഗ്രസും പരസ്പരം മത്സരിക്കുന്നത് പോലെ തന്നെ അവിടെ അങ്ങനെ ഒരു നിലപാടെടുത്താണ് അവർ മത്സരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത്. പ്രേക്ഷകർക്ക് അത് വ്യക്തമായി മനസ്സിലാകാൻ വേണ്ടി, അതായത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് തന്നെയായിരിക്കും നമ്മൾ തൃണമൂൽ കോൺഗ്രസ് കാണുന്ന നമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. YSRCP-യും BJD-യും ഒരു പോസ്റ്റ് പോൾ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുമ്പോൾ എന്ത് പൊസിഷൻ TDP NDA-യിൽ തന്നെയാണ് ഇപ്പോൾ. യെസ്. അപ്പൊ അതുകൊണ്ട് അതേഴ്സ് നമ്മൾ അവഗണിച്ചു വിടേണ്ട ഒന്നല്ല. അതേഴ്സിലുള്ളത്
BJD എന്ന് പറയുന്ന ഒഡീഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂളിംഗ് പാർട്ടിയാണ്, അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടി. YSRCPയും ആന്ധ്രാപ്രദേശിലെ റൂളിംഗ് പാർട്ടിയാണ്. അവിടെ അസംബ്ലി ഇലക്ഷൻ കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ അതേഴ്സിലാണത് വരിക. അതേസമയം ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ ഇന്ത്യ സഖ്യത്തിന്റെ ടാലിയിലാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഏറ്റവും മുകളിൽ കാണുന്നതാണ് ഇന്ത്യയുടെ ചിത്രം എന്നത്. 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുകയുള്ളൂ. എന്തായാലും ആ ചിത്രം അതിൻ്റെ ഒരു ഫലസൂചനകളൊക്കെ ശരിയാവണ്ണം വരാൻ 8:30 ആകും. ആലത്തൂരിൽ നിന്നുള്ള വിവരങ്ങളാണ് നമുക്കിനി അറിയേണ്ടത്. ബെൻസൺ ബാബു നമ്മുടെ കൂടെ ചേരുന്നു. ബെൻസൺ, ആലത്തൂരും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്നാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തു വില കൊടുത്തും അത് തിരിച്ചു കിട്ടിയേ മതിയാകൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് ക്യാബിനറ്റിലുണ്ടായിരുന്ന മന്ത്രിയെ കൊണ്ടുപോയി മത്സരിപ്പിച്ച സ്ഥലമാണ്. അതേസമയം അവിടെ ജയിക്കുമെന്ന കോൺഫിഡൻസ് UDFനും നല്ലവണ്ണമുണ്ട്. എന്താണ് അവിടുത്തെ ഒരു ലാസ്റ്റ് മിനിറ്റ് അവിടെ നിന്ന് കാണുന്ന ഒരു മൂഡ് എന്താണ്? നിഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് ആലത്തൂർ. നമുക്കറിയാം 2019 1,58,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത് രമ്യ ഹരിദാസ് എന്ന് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മണ്ഡല പുനർനിർണയത്തിന് ശേഷം ഇങ്ങോട്ടുള്ള തിരഞ്ഞെടുപ്പുകളിലെല്ലാം കഴിഞ്ഞ മുമ്പ് മണ്ഡലത്തിന് പുനർനിർണയത്തിന് ശേഷം നടന്നിട്ടുള്ള 2 തിരഞ്ഞെടുപ്പുകളിലും വലിയ ഭൂരിപക്ഷത്തിൽ LDF സ്ഥാനാർത്ഥി PK ബിജു വിജയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ മണ്ഡലം വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള രമ്യ ഹരിദാസ് പിടിച്ചെടുത്തൊരു മണ്ഡലമാണ് ആലത്തൂർ മണ്ഡലം. അപ്പോൾ ഇത്തവണ ആ മണ്ഡലം തിരികെ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രിയായിട്ടുള്ള K രാധാകൃഷ്ണനെ LDF മത്സരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം നടന്ന ആദ്യഘട്ടം മുതൽക്കേ തന്നെ കൃത്യമായിട്ടുള്ള ചിട്ടയോടെയുള്ള ഒരു പ്രവർത്തനമായിരുന്നു LDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. എന്നാൽ UDFന്റെ ഭാഗത്തു നിന്നും ആദ്യഘട്ടം മുതൽക്കേ തന്നെ ചില പടലപ്പിണക്കങ്ങൾ, പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന പടലപ്പിണക്കങ്ങളെല്ലാം അത് വോട്ടിനെ ബാധിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. എങ്കിലും വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം UDF ക്യാമ്പിനുണ്ട്. വലിയ വിജയം നേടാനാകുമെന്ന ഒരു ആത്മവിശ്വാസം UDF ക്യാമ്പിനുണ്ട്. ആലത്തൂർ മണ്ഡലത്തിൽ 73% പോളിംഗ് നടന്നിട്ടുള്ളത്. ഏകദേശം 9,79,000 ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1156 ബൂത്തുകളാണുള്ളത്. നമുക്ക് മനസ്സിലാക്കാം 1156 ബൂത്തുകൾ എന്ന് പറയുമ്പോൾ ഈ കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കുറവ് ബൂത്തുകളുള്ള ഒരു മണ്ഡലമാണ്. അതിനാൽ തന്നെ ഏറ്റവും ആദ്യം റിസൾട്ട് അറിയാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് ആലത്തൂർ എന്ന് പറയുന്നത്. ഇരു മുന്നണികളും LDFും UDFും വലിയ വിജയപ്രതീക്ഷ തന്നെ കാത്തു സൂക്ഷിക്കുന്നു. NDA ഭയങ്കര അഭിമാനകരമായ പോരാട്ടമാണ്. കാരണം ആലത്തൂർ ഞങ്ങളുടെ മണ്ഡലമാണ്, ഞങ്ങൾ തിരിച്ചെടുക്കുമെന്ന് LDF പറയുന്നു. അതിനുവേണ്ടി അവർ K രാധാകൃഷ്ണനെ പോലെ അവിടുത്തെ ഏറ്റവും പോപ്പുലറായ ഒരാളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു. അത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ രാധാകൃഷ്ണൻ ഉൾപ്പെടെ അത് വലിയ ഡാമേജ് ഉണ്ടാക്കാൻ പോകുന്നതാണ്. ഇപ്പോ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലെയും സ്ട്രോങ് റൂം തുറന്നു. അതായത് അല്പസമയത്തിനകം പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ 11,411 പോസ്റ്റൽ ആൻഡ് വീട്ടിലെ വോട്ടുകളുണ്ട്. പോസ്റ്റൽ ബാലറ്റ് പ്ലസ് വീട്ടിൽ പോയി വോട്ട് ചെയ്തതടക്കം 11,411 വോട്ടുകളാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 14,110 പോസ്റ്റൽ വോട്ടുകളുണ്ട്. അവ എണ്ണുമ്പോഴാണ് ആദ്യത്തെ ഫലസൂചനകൾ വരിക. കൊല്ലം മണ്ഡലത്തിൽ 14,136 വോട്ടുകൾ. അപ്പോൾ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ഒരു 10,000-ന് മേലെ പോസ്റ്റൽ ബാലറ്റ് പ്ലസ് വീട്ടിലെ വോട്ട് ഉണ്ടെന്നാണ് നമ്മൾ കാണുന്നത്. എല്ലായിടത്തും ഇപ്പോൾ മലപ്പുറത്താണ് പക്ഷെ അതിൽ കുറവ് പറഞ്ഞത്. മിക്ക മണ്ഡലങ്ങളിലും 10,000-ന് മുകളിലായിട്ടാണ് ഈ പോസ്റ്റൽ വോട്ട് പ്ലസ് വീട്ടിലെ വോട്ട് കാണുന്നത്. ബാലറ്റ് ആയിട്ട് എണ്ണേണ്ടി വരുന്ന വോട്ടുകൾ എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.